2 ദിനവൃത്താന്തം അധ്യായം 4. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിൻ്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി. അതിൻ്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിൻ്റെ വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായ്കൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് ഒരു കൈപ്പത്തി ഘനം. അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റേതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ക്ഷാളനപാത്രങ്ങളുണ്ടാക്കി 5 എണ്ണം തെക്കുവശത്തും 5 എണ്ണം വടക്കുവശത്തും വച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചു. തെക്കും വടക്കും 5 വീതം 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണ്ണത്താലങ്ങളും ഉണ്ടാക്കി വച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയും ഉണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ, പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 നിര വീതം 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ക്ഷാളനപാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഹൂരാമബി സോളമന് നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യേയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിൻ്റെ ആകത്തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണബലിപീഠം, തിരുസാന്നിധ്യ അപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികകൾ, ക്ഷാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീക്കോരികകൾ ഇവയും ഉണ്ടാക്കി. ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. Chapter 4. Then he made a bronze altar 20 cubits long, 20 cubits wide, and 10 cubits high. He also made the molten sea. It was perfectly round, 10 cubits in diameter, 5 in depth, and 30 in circumference. Below the rim, a ring of figures of oxen encircled the sea, 10 to the cubit, all the way around. There were 2 rows of these cast in the same mold with the sea. It rested on 12 oxen, 3 facing north, 3 west, 3 south, and 3 east, with their haunches all toward the center. The sea rested on their backs. It was a handbreadth thick, and its brim was made like that of a cup, being lily-shaped. It had a capacity of 3,000 measures.
Then he made 10 basins for washing, placing 5 of them to the right and 5 to the left. Here were cleansed the victims for the holocausts, but the sea was for the priests to wash in. He made the lampstands of gold, 10 of them as was prescribed, and placed them in the nave, 5 to the right and 5 to the left. He made 10 tables, and had them set in the nave, 5 to the right and 5 to the left, and he made 100 golden bowls. He made the court of the priests and the great courtyard and the gates of the courtyard. The gates he overlaid with bronze. The sea was placed off to the southeast from the right side of the temple. Huram also made the pots, the shovels, and the bowls. Huram thus completed the work he had to do for King Solomon in the house of God: 2 columns, 2 nodes for the capitals topping these 2 columns, and 2 networks covering the nodes of the capitals topping the columns. Also 400 pomegranates for the 2 networks, with 2 rows of pomegranates to each network to cover the 2 nodes of the capitals topping the columns. He made the stands and the basins on the stands, 1 sea, and the 12 oxen under it. Likewise the pots, the shovels, and the forks. Huram-Abi made all these articles for King Solomon from polished bronze for the house of the Lord. The king had them cast in the Jordan region, in the clayey ground between Succoth and Zeredah. Solomon made all these vessels, so many in number that the weight of the bronze was not ascertained. Solomon had all these articles made for the house of God: the golden altar, the tables on which the showbread lay, the lampstands and their lamps of pure gold, which were to burn according to prescription before the sanctuary, flowers, lamps, and gold tongs. This was the purest gold, snuffers, bowls, cups, and firepans of pure gold. As for the entry to the house, its inner doors to the Holy of Holies, as well as the doors to the nave, were of gold.